മാക് ഫംഗ്ഷൻ ആൻഡ് ഹാഷ് ഫംഗ്ഷൻ ജനറലി നമ്മൾ അതെന്താണെന്ന് പഠിച്ചു. മാക് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ അത് ഒതന്റിക്കേഷൻ, അതും ഹാഷ് ഫംഗ്ഷനും ഒതന്റിക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അതിന്റെ കുറച്ച് റിക്വയർമെന്റ്സ്, അതിന്റെ കുറച്ച് കാര്യങ്ങളും കൂടി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. മാക് മെസ്സേജ് ഒതന്റിക്കേഷൻ കോഡ് ആൻഡ് ദ ഹാഷ് ഫംഗ്ഷൻ. Message authentication code is also known as cryptographic checksum. മെസ്സേജ് ഒതന്റിക്കേഷൻ കോഡ് എന്ന് പറയുമ്പോൾ അതൊരു മെസ്സേജും അതുപോലെ തന്നെ ഒരു കീയും വെച്ചിട്ട് ജനറേറ്റ് ചെയ്യുന്ന ഒരു കോഡാണ്. അപ്പൊ അതിനെ ചെക്സം എന്നും പറയും. മാക് ഈക്വൽ ടു സി ഓഫ് കെ കോമ എം. എം is the variable length message. K is the secret key shared by sender and receiver. C of K comma M is the fixed length authenticator or the MAC value. MAC is appended to the message at the source. Source MAC function use ചെയ്ത് MAC code generate ചെയ്യും. Then ഈ MAC കോഡിനെ മെസ്സേജുമായിട്ട് അപ്പൻഡ് ചെയ്യും. Receiver authenticates the message by recomputing the MAC. Receiver എൻഡിൽ മെസ്സേജ് യൂസ് ചെയ്തിട്ട് റീകാൽക്കുലേറ്റ് ചെയ്യും, മാക് കാൽക്കുലേറ്റ് ചെയ്യും. ദെൻ സെൻഡർ സെൻഡ് ചെയ്ത മാക്കും റിസീവർ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്ന മാക്കും സെയിം ആണെങ്കിൽ ഒതന്റിക്കേഷൻ എൻഷുർ ചെയ്യും. മാക് ഈസ് ഇറിവേഴ്സിബിൾ ബട്ട് എൻക്രിപ്ഷൻ ഈസ് നോട്ട്. മാക്കിനെ റിവേഴ്സ് ചെയ്യാനായിട്ട് പറ്റില്ല, പക്ഷെ എൻക്രിപ്ഷനെ റിവേഴ്സ് ചെയ്യാനായിട്ട് പറ്റും. മാക്കിന്റെ വർക്കിംഗ് ആണ് ഇതിൽ പറയുന്നത്. ഇവിടെ ആലീസ് ബോബ് രണ്ടുപേര് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. അപ്പൊ ഒരു ഒതന്റിക്കേഷൻ യൂസ് ചെയ്തിട്ട് മാക് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ ആലീസ് ആൻഡ് ബോബ് ഷെയർ ദ സീക്രട്ട് കീ K1. K1 എന്ന് പറയുന്ന സീക്രട്ട് കീ രണ്ടുപേർക്കും ഉണ്ട്. ആലിസ് കാൽക്കുലേറ്റ്സ് മാക് 1. ആലിസ് ബോബിന് സെൻഡ് ചെയ്യുന്നതിന് മുമ്പ് മാക് 1 എന്ന് പറഞ്ഞ മാക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നു. മാക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ C ആണ്. യൂസിംഗ് ദ കീ K1. C of M യൂസിംഗ് ദ കീ K1. ദെൻ ആലീസ് ബോബിന് സെൻഡ് ചെയ്യുന്നു. മെസ്സേജും മാക് വാല്യൂയും കൂടി സെൻഡ് ചെയ്യുന്നു. ഈ ബോബ് എന്ത് ചെയ്യണം? ബോബിന് ഇപ്പം ഇവിടെ എൻക്രിപ്ഷൻ ഒന്നും യൂസ് ചെയ്തിട്ടില്ല, മെസ്സേജ് ഡയറക്ട്ലി മെസ്സേജ് തന്നെയാണ്. ദെൻ വിത്ത് മാക് വാല്യൂ. മാക് വാല്യൂ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒതന്റിക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ. ദെൻ ബോബിന്റെ റിസീവർ എൻഡിൽ മാക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുന്നു. സെയിം മെസ്സേജ് വിത്ത് സെയിം കീ K1 മാക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ അതിന് മാക് 2 എന്ന് പറയുന്നു. ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ, മാക് 2 ഈക്വൽ ടു മാക് 1 ആണെങ്കിൽ M ഈസ് സെൻഡ് ഫ്രം ആലീസ് ആൻഡ് നോട്ട് ഓൾട്ടേഡ്. അപ്പൊ അതിന്റെ മീനിങ് എന്താണ്? M ആലീസ് തന്നെയാണ് സെൻഡ് ചെയ്തത്, കാരണം സെയിം കീ തന്നെയാണ് ബോബും യൂസ് ചെയ്തത്. ദെൻ ആ മെസ്സേജിന് ഓൾട്ടറേഷൻസ് ഒന്നും വന്നിട്ടില്ല. കോൺഫിഡൻഷ്യാലിറ്റി ക്യാൻ ബി, ഇവിടെ ഒതന്റിക്കേഷൻ മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. കോൺഫിഡൻഷ്യാലിറ്റി കൂടി പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? അനദർ കീ വെച്ചിട്ട് എൻക്രിപ്റ്റ് ചെയ്തിട്ട് വിടണം. അപ്പൊ ആലീസ് സെൻഡ് ടു ബോബ് എന്ന് പറയുന്ന മെസ്സേജും മാക് 1നെയും ഒന്നും കൂടി എൻക്രിപ്റ്റ് ചെയ്ത് വിടാം. യൂസിങ് അനദർ കീ K2 വെച്ച് എൻക്രിപ്റ്റ് ചെയ്തിട്ട് സെൻഡ് ചെയ്യുകയാണെങ്കിൽ കോൺഫിഡൻഷ്യാലിറ്റി പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് പറയുന്നത് ഈ മാക് ഫംഗ്ഷന്റെ റിക്വയർമെന്റ്സ് എന്തൊക്കെയാണെന്ന്. ഇപ്പൊ ഒരു ഫംഗ്ഷന് വേണ്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന്. മാക്കിന് വേണ്ടി നമ്മൾ C എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ റിക്വയർമെന്റ്സ് ആണ് ഇവിടെ പറയുന്നത്. സോ ഫസ്റ്റ് റിക്വയർമെന്റ് ഈസ് ഇഫ് an opponent observes M and CK of M. ഒരു അറ്റാക്കർ ഇത് മെസ്സേജും കാണണം, അതുപോലെ തന്നെ അതിന്റെ മെസ്സേജും മാക് വാല്യൂ എൻക്രിപ്റ്റ് ചെയ്യാണ്ടാണ് സെൻഡ് ചെയ്യുന്നതെങ്കിൽ ഒരു ഇൻട്രൂഡറിന് അത് കാണാനായിട്ട് പറ്റും. ഒരു തേർഡ് പാർട്ടിക്ക് വ്യൂ ചെയ്യാൻ പറ്റും. മെസ്സേജും CK of M, അതായത് ഹാഷ് മെസ്സേജും മാക് കോഡും കാണാനായിട്ട് പറ്റും. അപ്പൊ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റരുത്? It should be computationally infeasible to construct M dash such that CK of M dash equal to CK of M. അപ്പൊ അയാൾക്ക് വേറൊരു M dash എന്ന് പറഞ്ഞ ഒരു മെസ്സേജ് വെച്ചിട്ട് സെയിം മാക് ഫംഗ്ഷൻ യൂസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ മാക് വാല്യൂ സെയിം ആവരുത്. സെയിം ആണെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം? അയാളുടെ മെസ്സേജ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും. സെൻഡർ സെൻഡ് ചെയ്ത എമ്മിന് പകരം M ഡാഷിനെ വെക്കാൻ പറ്റും. കാരണം മാക് വാല്യൂ ഓൾട്ടർ ചെയ്തിട്ട് M ഡാഷിനെ വെച്ച് കഴിഞ്ഞാലും മാക് വാല്യൂ സെയിം ആയിരിക്കും. അതുകൊണ്ട് അങ്ങനെ ചെയ്യാനായിട്ട് അത് ആ പോസിബിലിറ്റി ഇൻഫീസിബിൾ ആയിരിക്കണം. ദെൻ നെക്സ്റ്റ് വരുന്നത് CK of M ഷുഡ് ബി യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ്. ഈ CK എന്ന് പറഞ്ഞ ഈ ഫംഗ്ഷൻ, C എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂണിഫോം ഫംഗ്ഷൻ ആയിരിക്കണം. അതിന്റെ മീനിങ് ഇപ്പൊ M and M dash, the probability that CK of M equal to CK of M dash is 2 raised to n. Another മെസ്സേജിന് സെയിം മാക് വാല്യൂ കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 2 raised to n ആയിരിക്കണം. 2 raised to n നമുക്കറിയാം, അൽഗോരിതത്തിലൊക്കെ പഠിച്ചപ്പോൾ നമ്മൾ അറിയുന്നതാണ്, n ന്റെ വാല്യൂ കൂടുന്തോറും 2 raised to n ന്റെ വാല്യൂ എന്ന് പറയുന്നത് എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് ആണ്. അപ്പൊ അത്രയ്ക്കും പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ ഈ പ്രോബബിലിറ്റി ഇത് ഈക്വൽ ആവാനുള്ള പ്രോബബിലിറ്റി അത്രയ്ക്കും കൂടുതലായിരിക്കണം. അതായത് ഈക്വൽ ആവില്ല ഓൾമോസ്റ്റ്. അനദർ മെസ്സേജിന് വെച്ച് റീപ്ലേസ് ചെയ്യാനായിട്ട് അപ്പൊ പറ്റില്ല. where n is the number of bits in the MAC. Let M dash be equal to some non-transformation on M. ഇപ്പൊ M dash എന്ന് പറയുന്നത് എമ്മിൽ എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ വരുത്തി, ഇപ്പൊ 2-3 ബിറ്റൊക്കെ ചേഞ്ച് വരുത്തിയിട്ടാണ് M ഡാഷിനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെയാവുമ്പോൾ നമുക്ക് ഇതിന്റെ രണ്ടിന്റെ ഹാഷ് വാല്യൂ മാക് വാല്യൂ സെയിം ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പക്ഷെ അങ്ങനെ ചെയ്താലും ആ പോസിബിലിറ്റി 2 raised to n ആയിരിക്കണം. അപ്പൊ അത്രയ്ക്കും
അനദർ മെസ്സേജിനെ വെച്ച് ഒരു ഇൻട്രൂഡർ റീപ്ലേസ് ചെയ്താൽ നോക്കിയാൽ പോസിബിലിറ്റി ദാറ്റ് ദ മാക് വാല്യൂ ഇസ് സെയിം ഷുഡ് ബി 2n. അത്രയ്ക്കും ഡിഫിക്കൽട്ട് ആയിരിക്കണം. ഒരേപോലത്തെ രണ്ട് മെസ്സേജുകൾ ഒരു സിമിലർ ആയിരിക്കും ബട്ട് ഡിഫറെന്റ് മെസ്സേജ് ആണ്. എം ആൻഡ് എം ഡാഷ് ഡിഫറെന്റ്. അപ്പൊ അതിന്റെ മാക് വാല്യൂ സെയിം ആവാനുള്ള പോസിബിലിറ്റി കുറവായിരിക്കണം. നെക്സ്റ്റ് ഇസ് മാക് ബേസ്ഡ് ഓൺ DES. അതായത് മാക് എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ആണ്. മാക് വാല്യൂ ജനറേറ്റ് ചെയ്യാൻ മെസ്സേജിൽ നമ്മൾ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യണം, ഫംഗ്ഷനും കീ യൂസ് ചെയ്യണം. അപ്പൊ മാക് ഫംഗ്ഷൻ ആയിട്ട് DES നെ യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. DES എന്ന് പറഞ്ഞാൽ ഡാറ്റ എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡ്. ആ അൽഗോരിതം ഏത് ഫംഗ്ഷൻ വേണമെങ്കിലും മാക് ഫംഗ്ഷൻ ആയിട്ട് യൂസ് ചെയ്യാം. C ക്യാൻ ബി എനി ഫംഗ്ഷൻ. ഇവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് DES നെ ഡാറ്റ എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡ് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. അതിനെ മാക് ഫംഗ്ഷൻ ആയിട്ട് യൂസ് ചെയ്യും. അതിന് ഓൾറെഡി ഒരു കീ ഉണ്ട്. അപ്പൊ ആ കീനെ ഈ K ആയിട്ട് ഇതിന്റെ യൂസ് ചെയ്യുന്നു. A widely used MAC can be defined by using. ഇപ്പൊ DES നെ യൂസ് ചെയ്യുമ്പോൾ ഡിഫറെന്റ് മോഡ്സ് ഓഫ് ഓപ്പറേഷൻ നമ്മൾ ഇതിന്റെ എൻക്രിപ്ഷൻ ഡിഫറെന്റ് മോഡ്സ് ഓഫ് ഓപ്പറേഷൻ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ വൺ ഓഫ് ദ മോഡാണ് സൈഫർ ബ്ലോക്ക് ചെയിനിങ് മോഡ്, CBC മോഡ്. അപ്പൊ ആ മോഡിൽ DES നെ നമുക്ക് മാക് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുന്നു. അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യുന്നു? ഡാറ്റ ടു ബി authenticated ആർ ഗ്രൂപ്പ്ഡ് ഇൻ ടു contiguous 64-bit blocks D1, D2, etc. up to DN. മെസ്സേജിനെ ആദ്യം ഡിഫറെന്റ് ബ്ലോക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. മെസ്സേജിൽ നിന്നാണ് നമുക്ക് എന്ത് ജനറേറ്റ് ചെയ്യേണ്ടത്? മാക് വാല്യൂ ജനറേറ്റ് ചെയ്യേണ്ടത്. DES ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് മാക് ഫംഗ്ഷൻ ആയിട്ട് DES നെ യൂസ് ചെയ്യും. അപ്പൊ ആദ്യം തന്നെ മെസ്സേജിനെ 64-bit ബ്ലോക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഇപ്പോൾ ലാസ്റ്റത്തെ ബിറ്റിന് ഇപ്പോൾ 64-bit ഇല്ലെങ്കിൽ സീറോസ് വെച്ച് പാഡ് ചെയ്യണം. യൂസിങ് ദ DES എൻക്രിപ്ഷൻ അൽഗോരിതം DES എൻക്രിപ്ഷൻ അൽഗോരിതത്തിന് എന്ന് പേര് കൊടുക്കണം. പിന്നെ അതിനൊരു കീ ഉണ്ടായിരിക്കും K. അത് വെച്ചിട്ട് ഒരു ഡാറ്റ ഒതന്റിക്കേഷൻ കോഡ് ഉണ്ടാക്കുന്നത്. മെസ്സേജ് ഒതന്റിക്കേഷൻ കോഡ് മാക് എന്ന് പറയുന്നതിന് പകരം DAC എന്നുള്ളൊരു നെയിമാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇസ് കാൽക്കുലേറ്റഡ്. ദിസ് കൺസിസ്റ്റ് ഓഫ് ഐദർ ദ എൻറ്റയർ ബ്ലോക്ക് ഓർ ഇപ്പൊ ഈ മാക് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതെന്ന് പറയുന്നത് ഒരു ബ്ലോക്ക് ആയിരിക്കും, അല്ലെങ്കിൽ ആ ബ്ലോക്കിന്റെ ലെഫ്റ്റ് മോസ്റ്റ് M ബിറ്റ്സിനെ മാക് ആയിട്ട് എടുക്കാം. മാക് ഓർ DAC എന്ന സെയിം മീനിങ്ങിലാണ് ഇവിടെ പറയുന്നത്. സൈഫർ ബ്ലോക്ക് ചെയിനിങ് മോഡ് യൂസ് ചെയ്തിട്ടുള്ള ഡയഗ്രാം ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഡയഗ്രാം നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ നോക്കിയറിയാം മെസ്സേജിനെ 64-bit ബ്ലോക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. മെസ്സേജിലാണ് മാക് ഫംഗ്ഷൻ അപ്ലൈ ചെയ്യേണ്ടത്. മാക് ഫംഗ്ഷൻ ഇവിടെ DES ആണ്, മാക് ബേസ്ഡ് ഓൺ DES. ദെൻ മെസ്സേജിന് 64-bit ബ്ലോക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ദെൻ മാക് DES എൻക്രിപ്ഷൻ യൂസ് ചെയ്തു. K എന്ന് പറയുന്ന കീ യൂസ് ചെയ്യുന്നു. അപ്പൊ ഇതിനകത്ത് ഒരു ഫസ്റ്റ് ബ്ലോക്കിനെ എൻക്രിപ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന സൈഫർ ടെക്സ്റ്റ് ആണ് ഇത് O1. ദെൻ ഇതിനെ വീണ്ടും എന്ത് ചെയ്യണം? സൈഫർ ബ്ലോക്ക് ചെയിനിങ് മോഡ് ആയതുകൊണ്ട് സൈഫർ ടെക്സ്റ്റിനെ വീണ്ടും അടുത്ത മെസ്സേജിന്റെ ഒപ്പം എക്സോർ ചെയ്യണം. സൈഫർ ബ്ലോക്ക് ചെയിനിങ് മോഡ് എന്ന് പറയുമ്പോൾ അതാണ്. സൈഫർ ടെക്സ്റ്റിനെ നെക്സ്റ്റ് പ്ലെയിൻ ടെക്സ്റ്റ് ആയിട്ട് എക്സോർ ചെയ്യണം. ദെൻ അഗെയിൻ DES ആണ് ഇവിടെ C എന്ന് പറയുന്ന ഫംഗ്ഷൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ആൻഡ് ദ K വാല്യൂ. ദെൻ അനദർ സൈഫർ ടെക്സ്റ്റ് ഇസ് പ്രൊഡ്യൂസ്ഡ്. അങ്ങനെ എല്ലാ ലാസ്റ്റത്തെ ബ്ലോക്കിൽ നിന്ന് വരുന്ന ആ സൈഫർ ടെക്സ്റ്റിനെയാണ് മാക് വാല്യൂ ആയിട്ട് എടുക്കുന്നത്. അതിന്റെ എടുക്കുമ്പോൾ നമുക്ക് കംപ്ലീറ്റ് ഈ ബ്ലോക്കിനെ ON എന്ന് പറയുന്ന ബ്ലോക്കിനെ കംപ്ലീറ്റ് ആയിട്ട് 64-bit കംപ്ലീറ്റ് ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ ലെഫ്റ്റ് മോസ്റ്റ് ആയിട്ടുള്ള 16 bits എടുക്കാം, മാക് വാല്യൂ ആയിട്ട് എടുക്കാം. നെക്സ്റ്റ് ഇസ് എ ഹാഷ് ഫംഗ്ഷൻ. സോ ഹാഷ് ഫംഗ്ഷൻ ഓൾറെഡി നമുക്കറിയാം. ഹാഷ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ അത് ഒരു മെസ്സേജിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഹാഷ് വാല്യൂ H(m) ക്രിയേറ്റ് ചെയ്യുന്നു. ഹാഷ് കോഡ് പ്രൊവൈഡ്സ് എറർ ഡിറ്റക്ഷൻ ഓൾസോ. എ ചേഞ്ച് ഇൻ 1 bit ഓഫ് ദ മെസ്സേജ് റിസൾട്ട്സ് ഇൻ എ ചേഞ്ച് ടു ദ ഹാഷ് കോഡ്. മാക് ഫംഗ്ഷന് റിക്വയർമെന്റ്സ് പറഞ്ഞ പോലെ തന്നെ ഹാഷ് ഫംഗ്ഷനും കുറച്ച് റിക്വയർമെന്റ്സ് ഉണ്ട്. അപ്പൊ അതാണ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് H ക്യാൻ ബി അപ്ലൈഡ് ടു എ ബ്ലോക്ക് ഓഫ് ഡാറ്റ ഓഫ് എനി സൈസ്. Then H produces a fixed length output. It is easy to compute H of X from any given X. അതാണ് ഫസ്റ്റ് 3 റിക്വയർമെന്റ്സ്. നെക്സ്റ്റ് റിക്വയർമെന്റ് എന്ന് പറയുന്നത് ഒരു വൺ വേ പ്രോപ്പർട്ടി ആണ്. ഇറ്റ് ഈസ് കമ്പ്യൂട്ടേഷണലി ഇൻഫീസിബിൾ ടു ഫൈൻഡ് X where H of X equal to H. ഫോർ എക്സാമ്പിൾ X എന്ന് പറയുന്നത് ഒരു മെസ്സേജ് ആണ്. ഈ മെസ്സേജ് ആണ്. ദെൻ H വാല്യൂ, ഹാഷ് വാല്യൂ എന്ന് പറയുന്നതാണ് H. ഹാഷ് വാല്യൂ അറിയാം, ഹാഷ് ഫംഗ്ഷനും അറിയാന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് X കണ്ടുപിടിക്കുക എന്നുള്ളത് ഇൻഫീസിബിൾ ആയിരിക്കണം. കാരണം അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മെസ്സേജ് ഒരു അറ്റാക്കറിന് വിസിബിൾ ആയിരിക്കും. Then next requirement, for any X it is computationally infeasible to find Y not equal to X such that H of Y equal to H of X, which is known as weak collision resistance. അതായത് രണ്ട് മെസ്സേജുകളുടെ X is a message and Y is another message. രണ്ട് മെസ്സേജുകളുടെ ഡിഫറെന്റ് മെസ്സേജുകളുടെ ഹാഷ് വാല്യൂ സെയിം ആവാന്ന് വരുന്നത് വരരുത്, സെയിം ആവരുത്. സെയിം ആയി കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റത്തെ മെസ്സേജിന് പകരം രണ്ടാമത്തെ അറ്റാക്കറിന്റെ മെസ്സേജ് വെച്ച് റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. ഒരു എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ
ഹാഷ് ഫംഗ്ഷൻ നിങ്ങൾ ഒരു എക്സാമ്പിൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. മോഡ് ഫംഗ്ഷൻ. മോഡ് ഫംഗ്ഷനെ ഹാഷ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ മോഡ് ഫംഗ്ഷനെ ഹാഷ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ എന്താണ് പ്രശ്നം വരുന്നതാണ്. ഇപ്പൊ 21 മോഡ് 21ന്റെ മോഡ് 10 എന്ന് പറയുന്നത് മോഡ് 10 എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എടുക്കുകയാണ്. 21 മോഡ് 10 എന്ന് പറയുമ്പോൾ 21 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡറിനെയാണ് മോഡ് എന്ന് പറയുന്നത്. അപ്പോൾ 1 വരും. ഇപ്പൊ 31 മോഡ് 10 എന്ന് പറഞ്ഞാലും 1 വരും. അപ്പൊ 21 എന്ന് പറഞ്ഞൊരു മെസ്സേജ് 31 is another മെസ്സേജ്. അപ്പൊ അതിന്റെ മോഡ് ഫംഗ്ഷൻ ഹാഷ് ഫംഗ്ഷൻ ആയിട്ട് യൂസ് ചെയ്താൽ അതിന്റെ ഹാഷ് വാല്യൂ രണ്ടും സെയിം ആയിട്ട് വരും. അപ്പൊ അങ്ങനത്തെ ഹാഷ് ഫംഗ്ഷൻസ് എടുക്കരുത്. ഇൻഫീസിബിൾ ആയിരിക്കണം ഹാഷ് വാല്യൂ, അങ്ങനത്തെയാണ് എടുക്കേണ്ടത്. Computationally infeasible to find any pair of xy. xy എന്ന് പറയുന്ന ഒരു പെയർ such that h of x equal to h of y is known as strong collision resistance. ഇങ്ങനെ രണ്ട് പെയർ എടുത്താൽ h of x ഉം h of y ഉം സെയിം ആവാന്നുള്ളത് കണ്ടീഷൻ ഇൻഫീസിബിൾ ആയിരിക്കും. So next ഹാഷ് ഫംഗ്ഷൻസിന് എക്സാമ്പിൾ ആയിട്ട് എന്ത് ഉപയോഗിക്കുന്നത്? ഒരു സിമ്പിൾ ഹാഷ് ഫംഗ്ഷൻ ഏതാണ് ഉപയോഗിക്കാൻ പറ്റുന്നത്? All hash functions operate using the following general principles. So input message എന്ന് പറയുന്നത് is viewed as a sequence of n bit blocks. Input എന്ന് പറയുന്നത് n bit ആയിട്ടുള്ള ബ്ലോക്സ് ആയിട്ട് എടുക്കുന്നു. ഇൻപുട്ട് മെസ്സേജിനെ ബ്ലോക്ക് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. Each block is of size n bit. ഫോർ എക്സാമ്പിൾ ഇതാണ് നമ്മുടെ ഇൻപുട്ട് മെസ്സേജ് എന്ന് വിചാരിക്കുക. ഇൻപുട്ട് മെസ്സേജ് എന്ന് പറയുന്നത് ഇപ്പോൾ 64 ബിറ്റിന്റെ ബ്ലോക്കുകളാണെങ്കിൽ 64 ബിറ്റ്. സോ ഇത് ഫസ്റ്റ് ബ്ലോക്ക് D1, then 64 ബിറ്റ് ഉണ്ട്, then സെക്കൻഡ് ബ്ലോക്ക് D2 64 ബിറ്റ്, again 64 ബിറ്റ്, then തേർഡ് ബ്ലോക്ക് D3 which is again 64 ബിറ്റ്. അങ്ങനെ എത്ര ബ്ലോക്സ് ഉണ്ട്? The input is viewed as a sequence of n bit blocks. n-ന്റെ വാല്യൂ ഫോർ എക്സാമ്പിൾ D3 D8 വരെ ഉണ്ടെന്ന് വിചാരിക്കാം. D8 again 64 bit block. n-ന്റെ വാല്യൂ എന്ന് പറയുന്നത് 8 ആണ്. ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാണ് 8 ബിറ്റ് ബ്ലോക്സ്. ഇതിനെങ്ങനെയാണ് എന്ത് ഹാഷ് ഫംഗ്ഷൻ ആണ് ഇതിലൊരു എക്സാമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. The input is processed one block at a time. ഒരു ബ്ലോക്കിനെയാണ് at a time പ്രോസസ് ചെയ്യുന്നത് in an iterative fashion to produce an n bit hash function. ഇതിൽ നിന്ന് n ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ഹാഷ് ഫംഗ്ഷന്റെ വാല്യൂ, ഹാഷ് കോഡിന്റെ വാല്യൂ h എന്ന് പറയുന്നത് n-ന്റെ വാല്യൂ എത്രയാണോ 8 ബിറ്റ് ആയിട്ടുള്ള ഹാഷ് കോഡാണ് വേണ്ടത്. ഇത്രയും n 8 ബ്ലോക്സ് ഉണ്ടെങ്കിൽ 8 ബിറ്റ് ഹാഷ് കോഡ് ആയിരിക്കും. അപ്പൊ ഇതിനൊരു സിംപ്ലസ്റ്റ് വേ എന്ന് പറയുകയാണെങ്കിൽ എന്താണ്? സോ ഫസ്റ്റത്തെ n-ന്റെ വാല്യൂ ഇവിടെ എത്രയാണ്? n ബിറ്റ് ബ്ലോക്ക്, നമ്പർ ഓഫ് ബ്ലോക്സ് അല്ല, n ബിറ്റ് ബ്ലോക്ക് എന്ന് പറയുമ്പോൾ h-ന്റെ വാല്യൂ 64 ആയിരിക്കണം. 64 ബിറ്റ് ബ്ലോക്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. h-ന്റെ വാല്യൂ 64 ആയിരിക്കും. ഹാഷ് കോഡിന്റെ ബിറ്റ് വാല്യൂ മീൻസ് നോട്ട് വാല്യൂ, നമ്പർ ഓഫ് ബിറ്റ്സ് ഇൻ ദ ഹാഷ് കോഡ് ഈസ് 64. അപ്പൊ അതിനുവേണ്ടി ഒരു സിമ്പിൾ മെത്തേഡ് ആണ് എന്ത്? ഈ ഓരോ ബ്ലോക്കിനെയും, ഓരോന്നും 64 ബിറ്റ് ബ്ലോക്സ് ആണ്. അപ്പോൾ ഓരോ ബ്ലോക്കിനെയും XOR ചെയ്യുക. D1 XOR D2 XOR എക്സെട്ര XOR D8 വരെ XOR ചെയ്യുക. XOR ചെയ്യുക എന്ന് പറയുമ്പോൾ 64 ബിറ്റ് ഈസ് XORed വിത്ത് നെക്സ്റ്റ് 64 ബിറ്റ്. അപ്പൊ അങ്ങനെ 64 ബിറ്റ് നെക്സ്റ്റ് XOR ചെയ്ത് കിട്ടുന്ന ലാസ്റ്റ് ഫൈനൽ വാല്യൂ എന്ത് തന്നെയായിരിക്കും? 64 ബിറ്റ് തന്നെയായിരിക്കും. അപ്പൊ 64 ബിറ്റ് ഹാഷ് കോഡ് ആയിരിക്കും ഇത് പ്രൊഡ്യൂസ് ചെയ്യുക. ഇപ്പൊ ഒരു സിമ്പിൾ ഹാഷ് ഫംഗ്ഷൻ എക്സാമ്പിൾ ആണ് ബിറ്റ് ബൈ ബിറ്റ് എക്സ്ക്ലൂസീവ് ഓർ ഓഫ് എവറി ബ്ലോക്ക്. ഇപ്പൊ ഒരു ബ്ലോക്കിന്റെ സൈസ് എത്രയാണോ ആ സൈസ് തന്നെയായിരിക്കും ഹാഷ് കോഡിന്റെ സൈസ്. നെക്സ്റ്റ് 64 ബിറ്റ് ഹാഷ് കോഡ് യൂസ് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യുന്നു. സപ്പോസ് ദാറ്റ് എ 64 ബിറ്റ് ഹാഷ് കോഡ് ഈസ് യൂസ്ഡ്. വൺ മൈറ്റ് തിങ്ക് ദാറ്റ് ദിസ് ഇസ് ക്വൈറ്റ് സെക്യൂർ. 64 ബിറ്റ് വരുന്ന ഹാഷ് കോഡ് ആണ്, സെക്യൂർ ആണെന്ന് വിചാരിക്കും. ഫോർ എക്സാമ്പിൾ ഇഫ് ആൻ എൻക്രിപ്റ്റഡ് ഹാഷ് കോഡ് C, എൻക്രിപ്റ്റഡ് ആയിട്ടൊരു ഹാഷ് കോഡിനെ പറ്റി കൺസിഡർ ചെയ്യാം. ഹാഷ് കോഡ് പ്രൊഡ്യൂസ് ചെയ്തു C, then ഹാഷ് കോഡ് പ്രൊഡ്യൂസ് ചെയ്തു which is encrypted also, is transmitted with the corresponding unencrypted message. മെസ്സേജിനെ എൻക്രിപ്റ്റ് ചെയ്തിട്ടില്ല, ഹാഷ് കോഡിനെ എൻക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട്. Then an opponent would need to find an m dash. ഒപ്പോണന്റിന്റെ എയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ m എന്ന് പറയുന്ന മെസ്സേജ് ആണ് സെൻഡർ സെൻഡ് ചെയ്യുന്ന മെസ്സേജ്. ആ m-ന് പകരം m ഡാഷ് വെച്ച് റീപ്ലേസ് ചെയ്യാൻ പറ്റുമെന്നാണ് ഒപ്പോണന്റ് നോക്കുന്നത്. m ഡാഷ് വെച്ച് റീപ്ലേസ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടി വരും. എന്താണ്? h ഓഫ് ഹാഷ് വാല്യൂ ഓഫ് m ഡാഷും ഹാഷ് വാല്യൂ ഓഫ് ദ ഒറിജിനൽ മെസ്സേജ് m-ഉം സെയിം ആയിരിക്കണം. ദെൻ ഓൺലി ദ റിസീവർ മനസ്സിലാക്കുള്ളൂ എന്തെന്ന്, ഇത് സെൻഡർ തന്നെയാണ്. ഹാഷ് വാല്യൂ സെയിം ആയാലാണ് റിസീവറിന് എൻഷുർ ചെയ്യുന്നത് സെൻഡർ ഇന്റന്റഡ് സെൻഡർ തന്നെയാണ് സെൻഡ് ചെയ്തതെന്ന്. അപ്പൊ m ഡാഷ് വന്നാലും ഹാഷ് വാല്യൂ സെയിം ആക്കാൻ പറ്റുമെന്നാണ് ഒരു ഒപ്പോണന്റ് നോക്കുന്നത്. Opponent m, then an opponent would need to find an m dash such that h of m dash equal to h of m to substitute another message and fool the receiver.
അപ്പോൾ അനദർ മെസ്സേജ് എം ഡാഷ് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓൺ ആവറേജ് ദ ഒപ്പോണന്റ് വുഡ് ഹാവ് ടു ട്രൈ അബൌട്ട് 2 raised to, this is 263 അല്ല 2 raised to 63 ആണ്. 2 raised to opponent has to try 2 raised to 63. 2 raised to 63 messages, 2 raised to 63 possibilities ഒപ്പോണന്റിന് ചെക്ക് ചെയ്യേണ്ടി വരും. ദെൻ ഓൺലി ഒരു മാച്ച് കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. കാരണം 64 ബിറ്റിന്റെ ആണ് ഹാഷ് കോഡ് വരുന്നത്. അപ്പോൾ 2 raised to 63 2 raised to 63 ആണത് ഈ വാല്യൂ. 2 raised to 63 messages to find one that matches the hash code of the intercepted message. അത് ഒരു ബുദ്ധിമുട്ടുള്ള മെത്തേഡാണ്. പക്ഷെ അനദർ മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത് എ ഡിഫറെന്റ് സോർട്ട് ഓഫ് അറ്റാക്ക് ഈസ് പോസിബിൾ. ഹാഷ് കോഡിൽ വരുന്ന ഒരു ടൈപ്പ് ഓഫ് അറ്റാക്ക് ആണ് ബേസ്ഡ് ഓൺ ബർത്ത്ഡേ പാരഡോക്സ്. ബർത്ത്ഡേ പാരഡോക്സ് എന്ന് പറയുന്ന ഒരു പാരഡോക്സ് അത് യൂസ് ചെയ്തിട്ട് ഒരു അറ്റാക്ക്, ബർത്ത്ഡേ അറ്റാക്ക് എന്നാണ് അതിനെ പറയാം. ഇതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് മെന്റ് ബൈ ബർത്ത്ഡേ അറ്റാക്ക്. അപ്പൊ അതാണ് നെക്സ്റ്റ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇപ്പൊ ഹാഷ് ഫംഗ്ഷൻസിൽ നോർമൽ അറ്റാക്ക് എന്ന് പറയുമ്പോൾ 2 raised to 63 മെസ്സേജസ് വെച്ച് നോക്കേണ്ട വരും. 64 ബിറ്റ് ഹാഷ് കോഡാണ് യൂസ് ചെയ്യുന്നത്. അത് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള മെത്തേഡാണ്. അപ്പൊ അതിന് പകരം അനദർ പോസിബിലിറ്റി എന്ന് പറയുന്നത് ബർത്ത്ഡേ പാരഡോക്സിനെ ബേസ് ചെയ്തിട്ട് വരുന്ന ഒരു അറ്റാക്ക്. ബർത്ത്ഡേ പാരഡോക്സ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ബർത്ത്ഡേയുടെ ഒരു ഇത് വെച്ചിട്ടാണ് എടുക്കുന്നത്. ഒരു റൂമിൽ ഒരു 100 ആൾക്കാരെ നമ്മൾ റാൻഡം ആയിട്ട് ഒരു 100 ആൾക്കാരെ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ അവരുടെ ബർത്ത്ഡേ എന്ന് പറയുന്നത് സെയിം ആവാനുള്ള പോസിബിലിറ്റി എന്താണ്, എത്ര പ്രോബബിലിറ്റി ഉണ്ട്? അപ്പൊ ആ 100 പേരിൽ എത്ര പേരുടെ ബർത്ത്ഡേ സെയിം ആവാം? ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു 2 പേരുടെ ബർത്ത്ഡേ സെയിം ആവാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ നോക്കാൻ പറ്റും. അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ എല്ലാവരും ഇപ്പൊ ജിമെയിൽ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ ജിമെയിലിൽ നമ്മൾ പാസ്വേഡ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ പാസ്വേഡ് ആണ് അതിൽ നമ്മുടെ ഒരു ഒതന്റിക്കേറ്റർ. അപ്പൊ ഞാൻ എന്റെ ജിമെയിൽ ഐ ഡിന്ന് വേറൊരാൾക്ക് മെയിൽ സെൻഡ് എന്റെ ജിമെയിൽ ഐ ഡി എനിക്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഞാൻ എന്റെ പാസ്വേഡ് തന്നെ അയക്കണം. അത് ആ പാസ്വേഡ് ആണ് ഞാനാണെന്ന് ജിമെയിൽ ഇതിനോട് പറയുന്നത്. ഞാൻ ഇന്റന്റഡ് ആയിട്ടുള്ള യൂസർ തന്നെയാണ് എന്ന് പറയണമെങ്കിൽ ഞാൻ ആ സെയിം പാസ്വേഡ് സെൻഡ് ചെയ്യണം. അപ്പൊ പാസ്വേഡ് പ്രൊവൈഡ്സ് ആൻ ഒതന്റിക്കേഷൻ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എല്ലാവരും അവരുടെ ബർത്ത്ഡേ ആണ് പാസ്വേഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. എല്ലാവരും കോമൺ ആയിട്ട് ജിമെയിലിൽ ബർത്ത്ഡേ ആണ് പാസ്വേഡ് ആയിട്ട് യൂസ് ചെയ്യേണ്ടതെന്ന് പറയാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തുണ്ടായിരിക്കും, ഒരേ ബർത്ത്ഡേ ഉള്ള ആൾക്കാർ ഉണ്ടാവാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. അപ്പൊ അവർ രണ്ടുപേരും ഒരു സെയിം ആളായിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുള്ളൂ. അപ്പൊ അതുപോലെ ഈ ബർത്ത്ഡേ അറ്റാക്കിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പൊ ഇതില് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് സോഴ്സ് എ ഈസ് പ്രിപ്പയർഡ്, സോഴ്സ് എ സെൻഡർ ഈസ് പ്രിപ്പയർഡ് ടു സൈൻ എ മെസ്സേജ്. ഒരു സൈൻ മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്നേച്ചർ എന്ന് പറഞ്ഞ മീനിങ് എന്താണ്? പ്രൈവറ്റ് കീ യൂസ് ചെയ്യണം. പ്രൈവറ്റ് കീ യൂസ് ചെയ്തിട്ട് എൻക്രിപ്റ്റ് ചെയ്യുന്നതിനെയാണ് സൈൻ എ മെസ്സേജ് എന്ന് പറയുന്നത്. ബൈ അപ്പൻഡിങ് ദ അപ്രോപ്രിയേറ്റ് എംബിറ്റ് ഹാഷ് കോഡ് ആൻഡ് എൻക്രിപ്റ്റിംഗ് ദ ഹാഷ് കോഡ് വിത്ത് എസ് പ്രൈവറ്റ് കീ. അതായത് ഒരു സോഴ്സ് എ ഒരു മെസ്സേജ്, ഫോർ എക്സാമ്പിൾ ദിസ് ഇസ് സോഴ്സ് എ എന്ന് പറയുന്നത് സെൻഡർ ആണ്. അപ്പൊ സെൻഡർ ഒരു മെസ്സേജ് സെൻഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നു. എം എന്ന് പറയുന്ന ഒരു മെസ്സേജ്, ദിസ് ഇസ് ദ സെൻഡർ. എം എന്ന് പറയുന്ന ഒരു മെസ്സേജ് സെൻഡ് ചെയ്യുന്നു. അപ്പൊ ഈ സെൻഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? മെസ്സേജ് ബൈ അപ്പൻഡിങ് ദ അപ്രോപ്രിയേറ്റ് എം ബിറ്റ് ഹാഷ് കോഡ് എൻക്രിപ്റ്റിംഗ് ദാറ്റ് ഹാഷ് കോഡ് വിത്ത് എസ് പ്രൈവറ്റ് കീ. അപ്പൊ ഇവിടെ മെസ്സേജ് ഉണ്ട്, മെസ്സേജ് എമ്മിനെ ഹാഷ് കോഡ് വെച്ചിട്ട് അപ്പൻഡ് ചെയ്യുന്നു, എച്ച് ഓഫ് എം വെച്ചിട്ട് അപ്പൻഡ് ചെയ്യുന്നു. ദെൻ എൻക്രിപ്റ്റിംഗ് ദ ഹാഷ് കോഡ് വിത്ത് എസ് പ്രൈവറ്റ് കീ. ഇപ്പൊ എയുടെ പ്രൈവറ്റ് കീ എന്ന് പറയുമ്പോൾ ഇപ്പോൾ എയുടെ പ്രൈവറ്റ് കീ ഉണ്ട്. ഇതിനെ എൻക്രിപ്റ്റ് ഹാഷ് കോഡിനെ മാത്രം എൻക്രിപ്റ്റ് ചെയ്യുന്നു. ഇങ്ങനെയാണ് ഇയാൾ സെൻഡ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒപ്പോണന്റ് ജനറേറ്റ്സ്, ഇപ്പോൾ ഈ ഹാഷ് കോഡിന്റെ നമ്പർ ഓഫ് ബിറ്റ്സ് എത്രയാണെന്ന് പറയുന്നുണ്ട്, എം ബിറ്റ് ഹാഷ് കോഡാണ്. ഇപ്പൊ ഇവിടെ ഹാഷ് കോഡിന് നേരത്തെ നമ്മളൊരു എക്സാമ്പിൾ 64 ബിറ്റ് എന്ന് പറഞ്ഞ പോലെ ഇതിന്റെ ഈ ഹാഷ് കോഡിന്റെ എൻക്രിപ്റ്റ് ചെയ്ത ഹാഷ് കോഡിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എം ബിറ്റ് ആണ്. ദാറ്റ് ഹാഷ് കോഡ് ഈസ് അപ്പൻഡഡ് വിത്ത് ദ മെസ്സേജ്. ഇതിനെ മെസ്സേജിന്റെ ഒപ്പമാണ് അപ്പൻഡ് ചെയ്തിട്ട് വിടുന്നത്. ഇങ്ങനെ എ സെൻഡ് ചെയ്യാനായിട്ട് പോകുന്നു. ദെൻ ഒപ്പോണന്റ് എന്ന് പറയുമ്പോൾ ഒരു അറ്റാക്കർ ഉണ്ടായിരിക്കും. ഒപ്പോണന്റ് എന്ത് ചെയ്യുന്നു? generates 2 raised to m/2 variations on the message. ഈ എം എന്ന് പറയുന്നത് ഒപ്പോണന്റിന് വിസിബിൾ ആണ്. ഇപ്പൊ ഇയാൾ സെൻഡർ സെൻഡ് ചെയ്യുന്നത് എമ്മും ഹാഷ് വാല്യൂ എന്ന് പറയുന്നത് ബട്ട് എൻക്രിപ്റ്റഡ് ആണ്. എയുടെ പ്രൈവറ്റ് കീ വെച്ചിട്ട് എൻക്രിപ്റ്റ് ചെയ്തിട്ടുള്ള ഹാഷ് കോഡാണ് ഇയാൾ സെൻഡ് ചെയ്യുന്നത്. ഹാഷ് കോഡ് സെൻഡ് ചെയ്യുന്നു. അപ്പൊ ദെൻ എയുടെ പബ്ലിക് കീ വെച്ചിട്ട് ഡീക്രിപ്റ്റ് ചെയ്ത് നോക്കിയാലാണ് ഈ ഹാഷ് കോഡ് ദെൻ മനസ്സിലാവുന്നത്. അപ്പൊ ഏത് തന്നെയാണ് സെൻഡ് ചെയ്തതെന്ന് അങ്ങനെ വെരിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഈ ഒപ്പോണന്റിന് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒപ്പോണന്റിന് മെസ്സേജ് കാണാൻ പറ്റും. കാരണം മെസ്സേജിനെ എൻക്രിപ്റ്റ് ചെയ്തിട്ടില്ല, ഹാഷ് കോഡിനെ മാത്രമാണ് എൻക്രിപ്റ്റ് ചെയ്തത്. അപ്പൊ ഒപ്പോണന്റിന് മെസ്സേജ് എം അവൈലബിൾ ആണ്. ഈ ഒപ്പോണന്റിന് എയുടെ പ്രൈവറ്റ് കീ ഉപയോഗിച്ചിട്ടാണ് എ എൻക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത് ഹാഷ് കോഡിനെ. അപ്പൊ എയുടെ പബ്ലിക് കീ യൂസ് ചെയ്താൽ പബ്ലിക് കീ
അവൈലബിൾ ടു എവരിബഡി ഇൻ ദ നെറ്റ്വർക്ക്. അപ്പോൾ എയുടെ പബ്ലിക് കീ യൂസ് ചെയ്താൽ ഒപ്പോണന്റിന് എന്തും കാണാൻ പറ്റും, എച്ച് ഓഫ് എമ്മും കാണാൻ പറ്റും. പക്ഷെ ഇപ്പോ അത് കഴിഞ്ഞിട്ട് ഒപ്പോണന്റിന് എന്ത് ചെയ്യണം, ഇതിനെ ഈ എമ്മിനെ മെസ്സേജിനെ ചേഞ്ച് ചെയ്തിട്ട് വേറൊരു മെസ്സേജ് ആക്കി മാറ്റണം. ഫോർ എക്സാമ്പിൾ എം ഡാഷ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് ആക്കി മാറ്റിയിട്ടാണ് ഒപ്പോണന്റിന് റിസീവർ, ഫോർ എക്സാമ്പിൾ റിസീവർ ബി ആണെന്ന് വിചാരിക്കാം, റിസീവർ സൈഡിലേക്ക് സെൻഡ് ചെയ്യേണ്ടത്, റിസീവർ സൈഡിലേക്ക് സെൻഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ എം ഡാഷ് ഉണ്ടാക്കി എന്ന് വെക്കൂ, എം ഡാഷ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒപ്പം എന്ത് കൊടുക്കണം, ഈ ഹാഷ് കോഡ് എൻക്രിപ്റ്റഡ് ആയിട്ടാണ് എ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ സിഗ്നേച്ചർ വേണമെങ്കിൽ എയുടെ ബി ഡീക്രിപ്റ്റ് എച്ച് ഓഫ് എം, ഇവിടെ ഹാഷ് കോഡ് വരുന്നത് എച്ച് ഓഫ് എമ്മിന് പകരം എച്ച് ഓഫ് എം ഡാഷ്, ഇപ്പൊ എച്ച് ഓഫ് എം തന്നെ സെൻഡ് ചെയ്യാണ്. എച്ച് ഓഫ് എം തന്നെ സെൻഡ് ചെയ്യുമ്പോൾ ഹാഷ് കോഡ് എമ്മും എം ഡാഷും സെയിം അല്ല, ചെറിയ വേരിയേഷൻ ഉള്ളൂ. ചെറിയ വേരിയേഷൻ ആണ് എമ്മും എം ഡാഷും തമ്മിലുള്ളത്. ഒപ്പോണന്റ് പ്രിപ്പയർസ് ഈക്വൽ നമ്പർ ഓഫ് മെസ്സേജസ് ഓൾ ഓഫ് വിച്ച് ആർ, ഇപ്പൊ ഇവിടെ വേരിയേഷൻസ് ഓൺ ദ opponent generates 2 raised to m by 2 variations on the message. ഇപ്പൊ എമ്മിന്റെ 2 raised to m by 2, m സ്മോൾ എം എന്ന് പറയുന്നത് നമ്പർ ഓഫ് ബിറ്റ്സ് ഇൻ ദ ഹാഷ് കോഡ്. ഇപ്പൊ ഇത്രയും വേരിയേഷൻസ് ഉണ്ടാക്കി നോക്കുകയാണ്, എന്നിട്ട് ഒരു എം ഡാഷ് കണ്ടുപിടിക്കണം, എമ്മിന്റെ വേരിയേഷൻ ആയിട്ടുള്ള എം ഡാഷ്. ഇതിന്റെ ഹാഷ് വാല്യൂ സെയിം ആയിട്ട് വരണം. പിന്നെ ഈ എച്ച് ഓഫ് എമ്മിനെ ഇതിന്റെ കൂടെ അപ്പൻഡ് ചെയ്തു. എച്ച് ഓഫ് എമ്മിനെ അപ്പൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ എയുടെ പ്രൈവറ്റ് കീ അറിയില്ല എൻക്രിപ്റ്റ് ചെയ്യാനായിട്ട്. ബി ആദ്യം തന്നെ ട്രൈ ചെയ്യുന്നത് എന്താണ്, ബി ഈ എൻഡിൽ ബി എത്തുമ്പോൾ ബിക്ക് എം കിട്ടും, ബിക്ക് അതുപോലെ എൻക്രിപ്റ്റ്, ബി ഇതിനെ ഹാഷ് കോഡിനെ ആദ്യം എയുടെ പബ്ലിക് കീ വെച്ചിട്ട് ഡീക്രിപ്റ്റ് ചെയ്യാനാണ് നോക്കാം. എയുടെ പബ്ലിക് കീ വെച്ചിട്ട് ബി ഹാഷ് കോഡിനെ ഡീക്രിപ്റ്റ് ചെയ്യാനായിട്ട് നോക്കും. അപ്പൊ ഇയാൾക്ക് ഹാഷ് കോഡിനെ എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള ഹാഷ് കോഡ് വേണം. ഈ ഒപ്പോണന്റിന്റെ പ്രൈവറ്റ് കീ കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ബിക്ക് മനസ്സിലാവും വേറൊരാളുടെ ആണെന്ന് മനസ്സിലാവും. അപ്പൊ ഇയാൾക്ക് എയുടെ പ്രൈവറ്റ് കീ കൊണ്ട് തന്നെ ചെയ്യേണ്ടി വരും. ഇതിന് എയുടെ പ്രൈവറ്റ് കീ എന്ന് പറയുന്നത് എക്ക് മാത്രമേ അറിയുള്ളൂ, ഇയാൾക്ക് അറിയില്ല. അപ്പൊ ഇയാൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എച്ച് ഓഫ് എം ഡാഷും സെയിം ആണെങ്കിൽ ഈ എൻക്രിപ്റ്റ് ചെയ്ത ഈ സെയിം സംഭവത്തിന് തന്നെ എടുക്കാനായിട്ട് പറ്റും. കെ എൻക്രിപ്റ്റഡ് മെസ്സേജ് ആർ എ എൻക്രിപ്റ്റ് ചെയ്ത ഈ ഹാഷ് കോഡിന് തന്നെ വെച്ചാൽ മതി. കാരണം എച്ച് ഓഫ് എമ്മും എച്ച് ഓഫ് എം ഡാഷും സെയിം ആണെങ്കിൽ. ഇപ്പൊ എം ഡാഷിന്റെ ഹാഷ് വാല്യൂ ബി കാൽക്കുലേറ്റ് ചെയ്യും. ഇപ്പൊ എച്ച് ഓഫ് എം ഡാഷ് നീട്ടി, അതും എച്ച് ഓഫ് എമ്മും സെയിം ആണോ എന്നാണ് ബി ചെക്ക് ചെയ്യുന്നത്. അപ്പൊ ബി ചെക്ക് ചെയ്യുമ്പോൾ അത് സെയിം ആണെങ്കിൽ അങ്ങനെ ബീനെ മനസ്സിലാക്കി, ബീനെ ഫൂൾ ചെയ്യാനായിട്ട് പറ്റും. അതായത് എ സെൻഡ് ചെയ്ത മെസ്സേജിന് ഇയാൾ ഓൾട്ടർ ചെയ്ത് എം ഡാഷ് ആക്കി, ബട്ട് ബി തിങ്സ് ദാറ്റ് ഇറ്റ് ഇസ് സെൻഡ് ബൈ എ. കാരണം എന്താണ്, എയുടെ ഹാഷ് കോഡ് ഉണ്ട് വിച്ച് ഇസ് എൻക്രിപ്റ്റഡ് ബൈ എസ് പ്രൈവറ്റ് കീ. അതിൽ ചേഞ്ച് വരുത്തേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്, ഹാഷ് വാല്യൂ സെയിം ആണെങ്കിൽ അതിൽ ഹാഷ് വാല്യൂ സെയിം വരുന്ന വിധത്തിലുള്ള ഒരു എം ഡാഷ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതിൽ ചേഞ്ച് വരുത്തേണ്ട ആവശ്യമില്ല. അപ്പൊ സെയിം വാല്യൂ ഇത് തന്നെ സെൻഡ് ചെയ്യാനായിട്ട് പറ്റും. എം ഡാഷ് ഇൻസ്റ്റെഡ് ഓഫ് എം ഡാഷ് ആയിരിക്കും, ഒപ്പോണന്റ് സെൻഡ് ചെയ്യുന്ന എം ഡാഷ് ആയിരിക്കും സെൻഡ് ചെയ്യുക. ഈ വാല്യൂ സെയിം തന്നെ ഒപ്പോണന്റ് സെൻഡ് ചെയ്യും, അപ്പൻഡ് ചെയ്ത് സെൻഡ് ചെയ്യും. അതാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത്. ഒപ്പോണന്റ് ജനറേറ്റ്, അപ്പൊ അത് ഇങ്ങനെ ഒരു എം ഡാഷ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം, 2 raised to m by 2 വേരിയേഷൻസ് ഓഫ് ദ എം ചെക്ക് ചെയ്ത് നോക്കുന്നു. ഓൾ ഓഫ് വിച്ച് കൺവേ എസെൻഷ്യലി ദ സെയിം മീനിങ്. ഈ മെസ്സേജസ് ഒക്കെ സെയിം മീനിങ് കൺവേ ചെയ്യുന്നതായിരിക്കും. ഒപ്പോണന്റ് പ്രിപ്പയർസ് ഈക്വൽ നമ്പർ ഓഫ് മെസ്സേജസ് all of which are variations on the fraudulent message to be substituted for real one. അപ്പം പല വേരിയേഷൻസ് നോക്കിയിട്ട് അതിൽ ഈ ഹാഷ് വാല്യൂ സെയിം ആയിട്ട് വരുന്നതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അഗെയിൻ ബർത്ത്ഡേ അറ്റാക്കിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, ഇപ്പൊ 2 സെറ്റ്സ് ഓഫ് ബർത്ത്ഡേ അറ്റാക്കിൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എം എന്ന് പറയുന്നത് ഒറിജിനൽ മെസ്സേജ് ആണ്. ഒരു എം ഡാഷ് കണ്ടുപിടിക്കണം, ആ എം ഡാഷിന്റെ ഹാഷ് എടുക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ എച്ച് ഓഫ് എം ഡാഷും ദെൻ ഹാഷ് ഫംഗ്ഷൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ വാല്യൂവും അതുപോലെ തന്നെ എച്ച് ഓഫ് എമ്മും എമ്മിന്റെ എച്ച് എടുക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ സെയിം ആവുന്ന വിധത്തിലുള്ള ഒരു എം ഡാഷ് കണ്ടുപിടിക്കണം. 2 sets of messages are combined to find. Another message ne original message ആയിട്ട് കമ്പയർ ചെയ്യുന്നു to find a pair of messages that produces the same hash code. ഇനി അതിന്റെ പ്രോബബിലിറ്റി ഓഫ് സക്സസ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0.5 ആണ്. അതായത് ഹാഫിന് 50%-നേലും കൂടുതൽ പ്രോബബിലിറ്റി ഉണ്ട് ഇങ്ങനെ ഒരു മാച്ച് കണ്ടുപിടിക്കാൻ. അപ്പോൾ അത്രയ്ക്കും പ്രോബബിലിറ്റി കൂടുതലാണ്. 50% പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ തന്നെ ഒരു പകുതി പ്രോബബിലിറ്റി ഉണ്ട്. ഇഫ് നോ മാച്ച് ഇസ് ഫൗണ്ട്, അങ്ങനെ ഒരു മാച്ച് കണ്ടുപിടിക്കാൻ പറ്റില്ല, അഡീഷണൽ വാലിഡ് ആൻഡ് ഫ്രോഡുലന്റ് മെസ്സേജസ് ആർ ജനറേറ്റഡ് അൺടിൽ എ മാച്ച് ഇസ് മെയ്ഡ്. അപ്പൊ ഇങ്ങനെ ഒരു മാച്ച് കിട്ടുന്നവരെ, ഇതിന്റെ ഹാഷ് വാല്യൂ മാച്ച് ആവുന്നവരെയുള്ള ഒരു മാച്ച് കിട്ടുന്നവരെ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. Opponent offers a valid variation to A for signature. അപ്പൊ ഇതിന്റെ വാലിഡ് വേരിയേഷൻ ഓഫ് ദ മെസ്സേജ് കൊടുക്കുന്നു. ദിസ് സിഗ്നേച്ചർ ദെൻ എയുടെ ഈ സിഗ്നേച്ചർ എന്നിട്ട് ദെൻ ക്യാൻ ബി അറ്റാച്ച്ഡ് ടു ദ ഫ്രോഡുലന്റ് വേരിയേഷൻ. എം ഡാഷുമായിട്ട്
അപ്പൊ എ എന്ന് പറയുന്നത് സെൻഡ് ചെയ്യുന്ന മെസ്സേജിന്റെ പ്രത്യേകത എന്താണ്? എമ്മും ദെൻ എച്ച് ഓഫ് എമ്മും ആണ് എ സെൻഡ് ചെയ്യുന്നത്. എമ്മും എച്ച് ഓഫ് എം സെൻഡ് ചെയ്യുമ്പോൾ എന്താണ്? അതിനെ എൻക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട്. എയുടെ പ്രൈവറ്റ് കീ വെച്ചിട്ട്, പ്രൈവറ്റ് കീ എന്ന് പറയുമ്പോൾ എയുടെ പ്രൈവറ്റ് കീ വെച്ചിട്ട് എൻക്രിപ്റ്റ് ചെയ്തിട്ടുള്ള എച്ച് ഓഫ് എം ആണ് സെൻഡ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയാണ് സെൻഡ് ചെയ്യുന്നത്. ഇപ്പൊ ഇത് രണ്ടും ഇപ്പൊ എം അറ്റാക്കറിന് കാണാൻ പറ്റും, അതുപോലെ തന്നെ ഈ സംഭവം കാണാൻ പറ്റും. എൻക്രിപ്റ്റ് ചെയ്തിട്ടുള്ള എയുടെ പ്രൈവറ്റ് കീ വെച്ചിട്ട് എൻക്രിപ്റ്റ് ചെയ്തിട്ട് മെസ്സേജ് കാണാൻ പറ്റും. എയുടെ പബ്ലിക് കീ യൂസ് ചെയ്താൽ ഇൻട്രൂഡറിന് എന്തും കാണാൻ പറ്റും. എച്ച് ഓഫ് എമ്മും കൂടി പബ്ലിക് കീ യൂസ് ചെയ്ത് ഡീക്രിപ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ എച്ച് ഓഫ് എമ്മും അറ്റാക്കറിന് വിസിബിൾ ആണ്. അപ്പൊ അറ്റാക്കർ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എം ഡാഷ് ആദ്യം എമ്മിന്റെ ഒരു വേരിയേഷൻ ആയിട്ടുള്ള ഒരു എം ഡാഷ് എന്ന് പറയുന്ന മെസ്സേജ്, അറ്റാക്കറിന്റെ ഒരു മെസ്സേജ് എടുക്കും. ദെൻ ഈ മെസ്സേജിന്റെ പ്രത്യേകത എന്താണ്? എച്ച് ഓഫ് എം ഡാഷും ഈ എച്ച് ഓഫ് എമ്മും സെയിം ആയിരിക്കണം. ദെൻ ഇയാൾ സിംപ്ലി എന്ത് ചെയ്യും? ഈ സെയിം ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ സിംപ്ലി ഇയാൾക്ക് ഇത് ചെയ്താൽ മതി, ഈ സംഭവം ഇവിടെ കൊടുത്താൽ മതി, അപ്പൻഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് രണ്ടും മെസ്സേജും ഇതും മെസ്സേജിന്റെ ഒപ്പമാണ് ഇത് അപ്പൻഡ് ചെയ്തിരിക്കുന്നത്, എമ്മിന്റെ ഒപ്പം അപ്പൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ സെയിം ഇതിന് തന്നെ എം ഡാഷിന്റെ ഒപ്പം അപ്പൻഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പൊ റിസീവറിന് എ തന്നെയാണ് സെൻഡ് ചെയ്തത്, കാരണം റിസീവർ എയുടെ പബ്ലിക് യൂസ് ചെയ്ത് ഡീക്രിപ്റ്റ് ചെയ്യുമ്പോൾ എച്ച് ഓഫ് എം കിട്ടും. ആ എച്ച് ഓഫ് എമ്മിന്റെ വാല്യൂ സെയിം ആയിരിക്കും. അപ്പൊ അങ്ങനെയാണ് ഇതിൽ വർക്ക് ചെയ്യുന്നത്, ബർത്ത്ഡേ അറ്റാക്കിൽ വർക്ക്. താങ്ക് യു.